അന്ന് കൃത്യമായി പറഞ്ഞാൽ ഒക്ടോബർ 19, 2024 ആന്ധ്രാപ്രദേശിലെ കടപ്പ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു കഥ നടക്കുന്നത്. ഈ കടപ്പയുടെ ഔട്ടർ സൈഡിൽ കുറച്ച് കാടാണ്. അപ്പോൾ ആ കാടിനോട് ചേർന്ന് തന്നെ കുറച്ച് വയലുകളും മറ്റുമൊക്കെ ഉണ്ട്. എന്നത്തെയും പോലെ ആ വയലിൽ പണിയെടുക്കാൻ അന്നും ആളുകൾ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം രാവിലെ ഒരു 9 മണി ടൈമൊക്കെ ആയിട്ടുണ്ടാകും. ആ ഒരു സമയത്താണ് അയ്യോ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ കരയുന്ന സൗണ്ട് ഈ പണിയെടുക്കുന്ന ആളുകൾ കേൾക്കുന്നത്. ആ ഒരു കാടിന്റെ ഭാഗത്തു നിന്നായിരുന്നു ആ സൗണ്ട് വന്നത്. ഉടനെ തന്നെ അവരെല്ലാവരും ആ ഒരു ഏരിയ ലക്ഷ്യമാക്കി ഓടുകയാണ്. അവര് അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച അതിഭീകരമായിരുന്നു. ഒരു സ്ത്രീ ദേഹം മുഴുവൻ എന്താ പറയുക കത്തുന്ന നിലയിൽ ഓടുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. ഉടനെ തന്നെ ആ ദേഹത്തുള്ള തീയും കാര്യങ്ങളും അവരണച്ചു. അതിനുശേഷം പോലീസിനെയും ആംബുലൻസിനെയും വിവരം അറിയിച്ചു. വിവരമറിഞ്ഞ പോലീസുകാർ നേരെ തന്നെ സ്ഥലത്തെത്തി. അപ്പോഴത്തേനും ഒരു 80% പൊള്ളൽ ആ ഒരു സ്ത്രീക്ക് ഏറ്റിട്ടുണ്ടായിരുന്നു. മരണത്തിനോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു സ്ത്രീ. ഉടനെ തന്നെ അവരെ നേരെ ആംബുലൻസിൽ കയറ്റി ഹോസ്പിറ്റലിലോട്ട് അയച്ചു. പോലീസുകാർ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ ആരാണ് ആ സ്ത്രീ? എങ്ങനെയാണ് അവർ അവിടെ എത്തിയത്? എന്തുകൊണ്ടാണ് അവർക്ക് ഇത്തരത്തിലുള്ളൊരു ദുരവസ്ഥ വന്നത്? പോലീസുകാർ എങ്ങനെയാണ് ഈ ഒരു കേസ് അന്വേഷിച്ചത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റിസിൻ ദിസ് സൈഡ്. അങ്ങനെ പെൺകുട്ടിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഈ ഒരു ക്രൈം സീനും കാര്യങ്ങളും പോലീസുകാർ സെക്യൂർ ചെയ്തു. അതിനുശേഷം തെളിവെടുപ്പുകളും മറ്റും ആരംഭിച്ചു. അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്നും കത്തിക്കരിഞ്ഞ 3 ഐറ്റംസ് ആണ് പോലീസിന് തെളിവായിട്ട് ലഭിച്ചത്. ഒരു സിഗരറ്റിൻ്റെ ബഡ്, അതുപോലെ തന്നെ ആ ഒരു പെൺകുട്ടിയുടെ നോട്ട്ബുക്ക് തിരികരിഞ്ഞ നിലയിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു വാട്ടർ ബോട്ടിലും ഉണ്ടായിരുന്നു. ഓൾറെഡി 80% ആ പെൺകുട്ടിക്ക് പൊള്ളലേറ്റത് കൊണ്ട് തന്നെ സർവൈവ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് മരണമൊഴി എടുക്കാനായിട്ട് പോലീസുകാർ തീരുമാനിക്കുകയാണ്. ആരാണിത് ചെയ്തത്, എന്താണ് സംഭവിച്ചത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പോലീസുകാർ ചോദിച്ചപ്പോൾ ആ പെൺകുട്ടിയുടെ സ്റ്റോറി പറഞ്ഞു. അതുപോലെ തന്നെ ഇതിന് കാരണക്കാരൻ ആരാണെന്നുള്ളതും പറഞ്ഞു. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസിൻ്റെ അടുത്ത് പറയുകയാണ്. ഈ ഒരു മരണമൊഴി പുറത്ത് വന്നതിന് ശേഷമാണ് ഈ ഒരു കേസ് വൻ സെൻസേഷണലായിട്ട് മാറിയത്. പൊളിറ്റിക്കലിയും വലിയ രീതിയിലുള്ള ഒരു പ്രഷർ ഈ ഒരു കേസിൻ്റെ മേലുണ്ടാവുകയാണ്. അങ്ങനെ ആന്ധ്രാപ്രദേശ് CM നേരെ ഈ പെൺകുട്ടിയുടെ വീട്ടുകാരെ വിളിച്ചിട്ട് ഏറ്റവും നല്ല ചികിത്സ തന്നെ ആ ഒരു പെൺകുട്ടിക്ക് നൽകുമെന്നും അതുപോലെ തന്നെ കുറ്റവാളികളെ ഏറ്റവും പെട്ടെന്ന് തന്നെ പിടികൂടുമെന്നും ഈ മാതാപിതാക്കൾക്ക് ഉറപ്പ് കൊടുക്കുകയായിരുന്നു. അതിനുശേഷം കടപ്പ SP ആയിട്ടുള്ള ഹർഷവർദ്ധൻ്റെ അണ്ടറിൽ ഏകദേശം 4 ടീമോളം ഫോം ചെയ്യുകയാണ് ഈ ഒരു കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട്. ഈ ഒരു ഇൻസിഡൻറ്റ് നടന്ന് പിറ്റേ ദിവസം രാവിലെ ഒരു 3 മണിയൊക്കെ കഴിഞ്ഞ ടൈം ആയപ്പോഴത്തേനും ചികിത്സ ഫലിക്കാതെ ആ ഒരു പെൺകുട്ടി മരണപ്പെടുകയായിരുന്നു. ആ കുട്ടിയുടെ പാരൻസിനും മറ്റും ഇത് താങ്ങാൻ പറ്റാവുന്നതിലും അപ്പുറത്തായിരുന്നു. ആ ഒരു ടൈമിലാണ് പോലീസിന് സസ്പെക്റ്റ് ആയിട്ടുള്ള വ്യക്തി ആ ഒരു കടപ്പ ടൗണിൻ്റെ ഔട്ടറിലുണ്ട് എന്നുള്ളൊരു ഇൻഫോർമേഷൻ ലഭിക്കുന്നത്. 19 വയസ്സുള്ള ജക്കാഡ വിഘ്നേഷ് എന്ന് പറയുന്ന ഒരാളായിരുന്നു ആ ഒരു കേസിലെ സസ്പെക്റ്റ്. അങ്ങനെ ആളെ ലൊക്കേറ്റ് ചെയ്തു. ആളെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് പോലീസിന് കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാകുന്നത്. ഈ പെൺകുട്ടിയുടെ മരണമൊഴിയും അയാൾ പറഞ്ഞ കാര്യങ്ങളും മാച്ച് ആകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വിഘ്നേഷും ആ പെൺകുട്ടിയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇവർ രണ്ടുപേരും ഒരേ ഏരിയയിലായിരുന്നു താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിലേ തുടങ്ങി ഇവർക്ക് രണ്ടുപേർക്കും തമ്മിൽ അറിയാമായിരുന്നു. അവരങ്ങനെ നല്ല സുഹൃത്തുക്കളാകുകയായിരുന്നു. അതിനുശേഷം ഇവർ പ്രണയത്തിലാകുകയും ചെയ്തു. ഏകദേശം കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് ഇവർക്കിടയിൽ പ്രണയബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്ന ടൈമിൽ ആ പെൺകുട്ടി 11ാം ക്ലാസ്സിലായിരുന്നു കേട്ടോ പഠിക്കുന്നുണ്ടായിരുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് അതിനിടയിൽ ബ്രേക്കപ്പ് ആവുകയാണ്. ഇവർക്കിടയിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു ബ്രേക്കപ്പ് ആവും, അതിനുശേഷം ഇത് പാച്ചപ്പ് ആവും. അങ്ങനെയായിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പ് കുറച്ച് നാളുകൾക്ക് ശേഷം പോയിക്കൊണ്ടിരുന്നിരുന്നത്. എന്നാൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിഘ്നേഷിന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കടപ്പയിൽ ഒരു റെസ്റ്റോറൻറ്റിൽ കുക്കായിട്ട് ജോലി ലഭിക്കുകയാണ്. അങ്ങനെ ആളവിടെ വന്നു ജോലി ചെയ്ത് തുടങ്ങി. അപ്പോഴാണ് അടുത്തുള്ള ഒരു പെൺകുട്ടിയെ അയാൾ കാണുന്നത്. അപ്പോൾ അത് ആ ഒരു പെൺകുട്ടിയുമായിട്ട് സംസാരിക്കാനും തുടങ്ങി. ആ പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലാകാനും തുടങ്ങി. പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ടാമത് പരിചയപ്പെട്ട് പ്രണയിച്ച പെൺകുട്ടിയെ ഇയാൾ വിവാഹം കഴിക്കുകയായിരുന്നു. അവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നീട് സംഭവിച്ചൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾ ആദ്യ കാമുകിയെ സ്ഥിരമായിട്ട് വിളിക്കാനായിട്ട് തുടങ്ങുകയാണ്. അതായത് നീ ഇല്ലാണ്ട് എനിക്ക് പറ്റില്ല, നീ ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചത്തുപോകും,
അതായത് എനിക്ക് ഇതിന് അത്ര ഇഷ്ടമാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാനായിട്ട് തുടങ്ങി. അതായത് ബ്രേക്കപ്പായി വേറെ കല്യാണം കഴിച്ചിട്ടും ഈ ഒരു പെൺകുട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആൾ പാച്ചപ്പ് ആക്കാറുണ്ടായിരുന്നു. അതിനുശേഷം ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്യും, ഇവർ തമ്മിൽ എന്താ പറയുക ഇൻറ്റിമേറ്റ് ആവും. അതിനുശേഷം പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും, പിന്നെയും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇയാൾ ഈ പെൺകുട്ടിയെ കാണും. അപ്പോൾ അവർക്കിടയിൽ ആ ഒരു ടൈമിലും ഫിസിക്കൽ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് ഇയാളുടെ ഒരു ഉദ്ദേശം ജസ്റ്റ് ഈ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് മാത്രമായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഇവരുടെ ലൈഫൊക്കെ മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിലാണ് ഈ പെൺകുട്ടി തന്നെ കല്യാണം കഴിക്കണമെന്ന് ഈ വിഘ്നേഷിൻ്റെ അടുത്ത് പറയുന്നത്. വിഘ്നേഷിന് കല്യാണം കഴിക്കാനൊന്നും തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ആളുടെ വൈഫ് ആ ഒരു ടൈമിൽ ഓൾറെഡി പ്രഗ്നൻ്റ് ആയിരുന്നു. മുൻകാമുകയായിരുന്നത് കൊണ്ട് ഒരു സെക്ഷലി അഡ്വാൻറ്റേജ് എടുക്കണം എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഇയാൾക്ക് ആ ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഉണ്ടായിരുന്നുള്ളൂ. അവസാനം ഈ പെൺകുട്ടി സ്ഥിരമായിട്ട് കല്യാണം കഴിക്കാനായിട്ട് പറഞ്ഞുകൊണ്ട് ആകെപ്പാടെ എന്താ പറയുക ഫോഴ്സ് ചെയ്യുന്നൊരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങളെത്തി. വിഘ്നേഷിനാണെന്നുണ്ടെങ്കിൽ ഇത് താങ്ങാൻ പറ്റാവുന്നതിലും അപ്പുറമായിരുന്നു. എങ്ങനെ ആ ഒരു പെൺകുട്ടിയെ ഒഴിവാക്കുന്നുള്ളത് ആൾ ചിന്തിച്ച് എത്തിയത് എവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിയെ ഇല്ലാതാക്കാമെന്നുള്ളൊരു തരത്തിലായിരുന്നു. ഒരുപാടധികം കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആളുകൾ ഇങ്ങനെ ചിന്തിച്ചിട്ട് അവസാനം ആ ഒരു വ്യക്തിയെ കൊന്നു കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഒരുപാടധികം ആളുകൾ ഇത്തരത്തിലുള്ള ക്രൈമിലൊക്കെ പോയി ചെന്ന് ചാടുന്നത്. അപ്പോൾ അത് തന്നെയായിരുന്നു അവിടെയും സംഭവിച്ചത്. അപ്പോൾ ഇയാൾ കറക്റ്റായിട്ട് കാര്യങ്ങളെല്ലാം തന്നെ പ്ലാൻ ചെയ്തു. അതിനുശേഷം ഒക്ടോബർ 19 ഇയാൾ ആ ഒരു പെൺകുട്ടിയെ വിളിച്ചത് ഇയാളുടെ വൈഫിൻ്റെ ഫോണിൽ നിന്നായിരുന്നു. തൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസുകാർ ട്രാക്ക് ചെയ്തു വന്നിട്ട് അവസാനം തന്നെ പിടികൂടുമോ എന്നുള്ളൊരു ഭയം കൊണ്ടായിരുന്നു ആളുടെ ഭാര്യയുടെ ഫോണിൽ നിന്ന് ഈ ഒരു പെൺകുട്ടിയെ വിളിച്ചിട്ടുണ്ടായത്. ഫോൺ വിളിച്ചിട്ട് ആ പെൺകുട്ടിയുടെ അടുത്ത് നീ ഇന്ന് എന്തായാലും എന്നെ കാണാൻ വരണം, നമുക്ക് നമ്മളുടെ കല്യാണത്തിൻ്റെ കാര്യങ്ങളും മറ്റൊക്കെ സംസാരിക്കാം, നീ ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാനായിട്ട് പറ്റില്ല, നീ വന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ശരിയാവില്ല ചത്തള എന്നുള്ള രീതിയിലൊക്കെ ഇയാൾ ഇങ്ങനെ സംസാരിച്ചതായിട്ടാണ് പറയപ്പെടുന്നത്. അങ്ങനെ ആ ഒരു പെൺകുട്ടി വരാമെന്ന് സമ്മതിക്കുകയാണ്. ഇതിന് മുൻപ് ഇയാൾ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം വെളുപ്പിന് 5 മണി ടൈമൊക്കെ ആയപ്പോഴത്തേനും ആളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു പെട്രോൾ പമ്പിൽ ആൾ പോയിട്ട് വണ്ടിയിൽ പെട്രോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ ബൈക്ക് ആൾക്കാരൊന്നും ഇല്ലാത്തൊരു ഏരിയയിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഏകദേശം ഒരു 1/4 ലിറ്റർ പെട്രോൾ അയാൾ ഊറ്റിയിട്ട് നേരെ തൻ്റെ ബാഗിൽ ഒരു കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസം ഈ പെൺകുട്ടി രാവിലെ ഒരു 7:30 ടൈമൊക്കെ ആയപ്പോഴത്തേനും ക്ലാസ്സിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അതിനുശേഷം ഒരു ഓട്ടോ പിടിച്ചു. ഇയാൾ പറഞ്ഞ സ്ഥലത്തോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു പോളിടെക്നിക് കോളേജിൻ്റെ ഏരിയ എത്തിയപ്പോൾ ഇയാൾ വണ്ടിക്ക് കൈ കാണിക്കുകയാണ് ഉണ്ടായിരുന്നത്. ആളുടെ ബൈക്ക് അവിടെ സൈഡാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ ഒരു വിഘ്നേഷ് കൂടെ ആ ഓട്ടോയിൽ കയറുകയായിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് നേരെ ഓട്ടോ പോയി. ആ ഒരു സിറ്റി വിട്ട് ഏകദേശം 10 കിലോമീറ്റർ കൂടെ ആ ഒരു ഓട്ടോ ട്രാവൽ ചെയ്യാണ്. അതിനുശേഷം അവിടെ അടുത്തുള്ള ഒരു പ്ലൈവുഡ് ഫാക്ടറിയുടെ അവിടെ ഓട്ടോ വന്ന് നിൽക്കുകയാണ്. പിന്നീട് ഇവർ രണ്ടുപേരും ഓട്ടോയിൽ നിന്നിറങ്ങി അതിനോട് ചേർന്നൊരു കാടുണ്ട്. ആ ഒരു കാട്ടിലോട്ട് ഇവർ രണ്ടുപേരും കൂടെ നടന്നു പോവുകയായിരുന്നു. ആ കാട്ടിൽ ആളില്ലാത്തൊരു സ്ഥലം നോക്കിയിട്ട് അവരവിടെ വെച്ച് ഇൻറ്റിമേറ്റ് ആകാനായിട്ട് തുടങ്ങി. അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പെൺകുട്ടി ചോദിച്ചു എന്നെ നീ എപ്പോഴാണ് കല്യാണം കഴിക്കുക എന്നുള്ളത്. അപ്പോൾ ഇയാൾ ഒന്നും പറഞ്ഞില്ല, ജസ്റ്റ് ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ചു. അതിനുശേഷം ആ ഒരു പെൺകുട്ടി ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ അയാളുടെ ബാഗിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ പെട്രോൾ എടുത്ത് ആ പെൺകുട്ടിയുടെ ദേഹത്തൂടെ ഒഴിക്കുകയായിരുന്നു. അതിനുശേഷം ഉടനെ തന്നെ ആ ഒരു പെൺകുട്ടിയെ കത്തിക്കുകയും ചെയ്തു. ഏതാണ് സംഭവിക്കുന്നതെന്ന് ആ പെൺകുട്ടിക്ക് ചിന്തിക്കാനുള്ളൊരു ടൈം പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിനിടയിൽ ഇതെല്ലാം തന്നെ നടക്കുകയാണ്. പെട്രോൾ ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തീ കയറി പിടിക്കുമല്ലോ. തീ പിടിച്ച പെൺകുട്ടി രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. അതാണ് അടുത്തുള്ള വയലിൽ പണിയെടുത്തിരുന്ന ആളുകൾ കേട്ടതും പിന്നീട് അവർ വന്നതും പിന്നീട് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ സംഭവിക്കുന്നതും. ഈ വിഘ്നേഷിൻ്റെ ഒരു മൈൻഡ് സെറ്റ് നോക്കണം. ഈ പെൺകുട്ടിക്ക് 16 വയസ്സ് മാത്രം പ്രായമുള്ളൂ. അപ്പോൾ ഈ ഒരു പെൺകുട്ടിനായിട്ട് ആദ്യം റിലേഷൻഷിപ്പിലായിരുന്നു, അതിനുശേഷം ബ്രേക്കപ്പ് ആയി. അതിൻ്റെ ഇടയിൽ ആൾ വേറൊരു കല്യാണം കഴിച്ചു. പിന്നീട് ഈ ഒരു പെൺകുട്ടിയെ ജസ്റ്റ് ഫിസിക്കൽ റിലേഷൻഷിപ്പിന് വേണ്ടി മാത്രം യൂസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നീട് കല്യാണം കഴിക്കണം എന്നുള്ളൊരു ആവശ്യമായിട്ട് ആ പെൺകുട്ടി വന്നപ്പോൾ ഇയാൾ ആ പെൺകുട്ടിയെ ഒഴിവാക്കാനായിട്ട് കൊന്നു കളയുന്നൊരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. ചെറുപ്പത്തിലേ തുടങ്ങി അറിയുന്ന ആളുകളാണ്. അതുപോലെ തന്നെ 4 വർഷത്തെ പ്രണയവും. അതിനൊക്കെ ശേഷമാണ് ആ ഒരു പെൺകുട്ടി ഒഴിവാക്കാനായിട്ട് അയാൾ ഇതൊക്കെ ചെയ്തത്. എന്നാലും ആളുകളുടെ മൈൻഡ് സെറ്റ് മനസ്സിലാക്കുന്നില്ല. നമ്മൾ കേൾക്കുന്ന കേസുകളിൽ പകുതി മുക്കാ കേസുകളും ഈ പറഞ്ഞ പോലെ തന്നെ സോൾവ് ആവുന്ന കേസുകളാണ്. കുറ്റവാളികളെ പിടിക്കപ്പെടുക തന്നെ ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ കേസുകളിലും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പറയുമ്പോൾ ചെറുപ്പത്തിലേ തുടങ്ങി അറിയുന്ന ആളുകളാണ്. ഏകദേശം 4 വർഷത്തോളം അവർ പ്രണയിക്കുകയും ചെയ്തു. അതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ക്രൂരതകളും മറ്റുമൊക്കെ ചെയ്തത്. എന്നാലും ആളുകളുടെ മൈൻഡ് സെറ്റ് എന്താണല്ലേ, ഒരു കൊലപാതകമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ രക്ഷപ്പെടാമെന്ന് ചിന്തിക്കുന്ന ആ ഒരു ലെവലിലോട്ട് ആളുകൾ മാറുന്നൊരു സിറ്റുവേഷൻ നമുക്ക് എന്താ പറയുക ചിന്തിക്കാവുന്നതിലും അപ്പുറത്താണ്. നമ്മൾ ഒരുപാടധികം കേസുകളും മറ്റും ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ ഒരുപാടധികം കേസുകളിൽ
ആരെങ്കിലും എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു വ്യക്തിയെ ഒഴിവാക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കൊന്നു കളയാമെന്നുള്ളൊരു തീരുമാനത്തിലോട്ട് എത്തുന്ന ഒരുപാടധികം കേസുകൾ നമ്മൾ തന്നെ ഇതിനോടകം ഈ ഒരു ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ളൊരു കൊലപാതകമല്ലാതെ ഈ ഒരു ഇഷ്യൂവിന് വേറെ എന്തൊക്കെ സൊല്യൂഷൻസ് ഉണ്ടാവുമല്ലേ? ഇതൊന്നും ചിന്തിക്കാനുള്ള ടൈമോ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു മൈൻഡോ ഒന്നും തന്നെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഉണ്ടാകില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ പറയാന്നുണ്ടെങ്കിൽ വിഘ്നേഷ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ജയിലിലോട്ടും പോയി, ആളുടെ വൈഫ് പ്രഗ്നൻ്റ് ആണ്, ആ ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും അറിയാതെ അതൊറ്റക്കായി. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു കേസിൽ ഒരുപാടധികം ആളുകൾ ബാധിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷനാണ് ഉണ്ടായത്. ആന്ധ്രാപ്രദേശിലത്തെ ചീഫ് മിനിസ്റ്റർ ഈ ഒരു കേസ് വളരെ പെട്ടെന്ന് തീർപ്പാക്കുമെന്നും അതുപോലെ തന്നെ മാക്സിമം ശിക്ഷ ഒരു പ്രതിക്ക് വാങ്ങിക്കൊടുക്കുമെന്നുമാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ ഫാമിലിക്ക് 10 ലക്ഷം രൂപ കോമ്പൻസേഷനും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ വിഘ്നേഷ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജയിലിലാണ്. ഈ ഒരു കേസ് ജസ്റ്റ് നടന്നിട്ടുള്ളൂ, അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്തൊക്കെ വിധി വരുമെന്നുള്ളത് നമ്മൾ നോക്കി തന്നെ കാണണം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് ഇറ്റ്സ് മീ റസിൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.